നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. ഇന്ത്യൻ രൂപയുടെ മൂല്യം കുത്തനെ ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. അതുകൂടാതെ ഇന്ത്യയുടെ വിദേശ കടം, മൊത്തം കടം, അതായത് ജനങ്ങളുടെയും കോർപ്പറേറ്റുകളുടെയും ഗവൺമെൻറ്റിൻ്റെയും എല്ലാം കൂടി ചേർന്നുള്ള മൊത്തം കടം 366 ലക്ഷം കോടി രൂപയായി കുതിച്ചുയർന്നിരിക്കുകയാണ്. രൂപയുടെ മൂല്യം 96 രൂപ 46 പൈസ വരെ ഇടിഞ്ഞതാണ്. പിന്നെ ഇപ്പോൾ ഉള്ള റേറ്റ് 96 രൂപ 22 പൈസയാണ്. പിന്നെ പെട്രോൾ വില കൂടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ക്രൂഡ് ഓയിൽ പ്രൈസ് $110 വരെ കൂടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം $108 $102 ഇടയിലാണ് വ്യാപാരം നടക്കുന്നത്. അപ്പോൾ പെട്രോൾ വില കൂടുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ ഗ്യാസിൻ്റെ വിലയും കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഡോളറിൻ്റെ മൂല്യം $100 രൂപ കടക്കുമെന്നുള്ള ഒരു പ്രതീതിയാണ് ഇപ്പോഴുള്ളത്. പൊതുവേ വിദഗ്ധന്മാരൊക്കെ പറയുന്നത് 100 കടന്ന് അതിനും മേലിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അഭിമുഖീകരിക്കുന്നത് വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്. നിരവധി കാര്യങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ സ്വർണത്തിൻ്റെ വില ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അല്പം രാവിലെയൊക്കെ കുറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഏകദേശ വില ഔൺസിന് $4,575 വ്യാപാരം നടക്കുന്നത് ഇൻ്റർനാഷണൽ ലെവലിൽ. ഒരു ഔൺസ് എന്ന് പറഞ്ഞാൽ 28 ഗ്രാം 28.35 ഗ്രാമാണ് ഒരു ഔൺസ് എന്ന് പറഞ്ഞത്. ഔൺസിന് ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ $4,575. ഇന്നത്തെ ഇവിടെ കേരളത്തിലെ വില പവന് 1,25,544 ഇന്നത്തെ വില. കുറച്ച് ഇടിഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ ഗ്രാമിന് 14,320 വ്യാപാരം നടന്നത്. അപ്പോൾ സ്വർണ്ണവില ഇടയ്ക്ക് വെച്ച് ഈ ഇറക്കുമതി തീരുവ കൂട്ടിയത് കാരണം, അതായത് 6% നിന്ന് 15% കൂട്ടിയായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ സ്വർണ്ണവില വളരെയധികം ഉയർന്നിരുന്നത്. പക്ഷേ അത് കുറഞ്ഞു വരികയാണ്. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഡോളർ ശക്തിപ്പെടുന്നതോടെ ആണ് സ്വർണ്ണവില ഇടിയാൻ തുടങ്ങിയത്. അപ്പോൾ സ്വർണ്ണവില വളരെ അതീവ ഗണ്യമായി കൂടിയെങ്കിലും ഇപ്പോൾ അത് കുറഞ്ഞു വരികയാണ്. ഇനിയും കുറയാനാണ് സാധ്യത എന്നാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഇന്നത്തെ രാവിലത്തെ വിലയിൽ നിന്ന് ഏകദേശം 1% വരെ കൂടിയിട്ടുണ്ട് രാവിലത്തെ വിലയിൽ നിന്ന്. അപ്പോൾ നാളത്തെ കേരളത്തിലെ വില തീർച്ചയായിട്ടും കൂടാനാണ് സാധ്യത. എങ്കിലും വലിയ വർധനവ് ഉണ്ടാവാൻ സാധ്യതയില്ല. പൊതുവെ ഡോളർ ശക്തിപ്പെടുന്നത് കൊണ്ട് ഇനിയും സ്വർണ്ണ വില ഇടിയാനാണ് സാധ്യത. ഇതുപോലുള്ള സാമ്പത്തിക വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ശുഭദിനം.